ആ സമയത്ത് ഡയറ്റ് നോക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ഡയറ്റിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ 4 to 12 വീക്സ് ആണ്. അതോരോ വ്യക്തിക്ക് അനുസരിച്ചാണ്. അതിൽ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോട്ടീനിൻ്റെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. രണ്ടാമതായി ചെയ്യേണ്ടത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കുക. ജങ്ക് ഫുഡ്സ് ഈ സമയത്താണ് നിങ്ങൾ കുറയ്ക്കേണ്ടത്, അല്ലാതെ ഫസ്റ്റ് ഘട്ടത്തിലല്ല. പിന്നെ ചെയ്യേണ്ടത് ഷുഗറിൻ്റെയൊക്കെ പതുക്കെ കുറച്ചുകൊണ്ടുവരിക. മൂന്നാമത്തെ ഘട്ടത്തിൽ നിങ്ങൾ വർക്കൗട്ടിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുക. ഈ സമയത്താണ് നിങ്ങളുടെ ഗോളിനനുസരിച്ച് നിങ്ങൾ കാലറി ഡെഫിസിറ്റ് ആണോ കാലറി സർപ്ലസിലാണോ നിൽക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ ഒരു ഘട്ടത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നെക്സ്റ്റ് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ എത്രമാത്രം സമയം വേണം എന്നുള്ളത് സെറ്റ് ചെയ്യേണ്ടതും ഈ ഒരു ഘട്ടത്തിലാണ്. അതായത് 3 മാസം കൊണ്ടാണോ വണ്ണം കുറയ്ക്കേണ്ടത്, 6 മാസം കൊണ്ടാണോ വണ്ണം കുറയ്ക്കേണ്ടതെന്നൊക്കെ. ഈ 4ാമത്തെ ഘട്ടത്തിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിനനുസരിച്ച് നിങ്ങൾക്ക് വർക്കൗട്ടും ഡയറ്റും ഒക്കെ സെറ്റ് ചെയ്യാം. കാരണം അപ്പോൾ മാത്രമേ നിങ്ങളുടെ ബോഡിയും അതുപോലെ നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റവും നിങ്ങളുടെ ജോയിൻസും എല്ലാം നിങ്ങളുടെ ഗോളിനനുസരിച്ച് പ്രിപ്പയർ ആവും.